ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നൊരു സ്കിൻ കെയർ എടുക്കാം. നമ്മൾ മന്ത് എൻഡിൽ എപ്പോഴും ഒരു ഫേഷ്യൽ ചെയ്യാറുണ്ട്. ഇന്ന് നമുക്ക് ഒരു ഫേഷ്യലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ എങ്ങനെയാണ് മന്ത് എൻഡിൽ എൻ്റെ സ്കിന്നിനെ കെയർ ചെയ്യുന്നത്, മുടിയെ കെയർ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളുടെ ഗോൾഡൻ ഓറ അടിച്ചാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ട്രെൻഡി കളറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് കുറേശ്ശെ കളർ അടിച്ചുകൊണ്ട് വരുവാണ്. സോ അങ്ങനെ നമുക്ക് നോക്കാം. എനിക്ക് നേരിട്ട് കാണാൻ ഇഷ്ടപ്പെട്ടു ക്യാമറയിൽ കാണുന്നതിനേക്കാളും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫേസിലുള്ള മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഫേസ്, എൻ്റെ ഒരു മാസത്തെ മെയിൻ്റനൻസ്, ഞാൻ എങ്ങനെയാണ് ഫേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഫേസ് പായ്ക്കൊക്കെ ഇടുന്നതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ അവളോട് നോക്കി സംസാരിച്ചു, സോറി. നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ മേക്കപ്പ് റിമൂവർ വെച്ച് മേക്കപ്പ് റിമൂവ് ചെയ്യാറുണ്ട്, പിന്നെ വെറ്റ് ടിഷ്യൂ വെച്ച് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെറ്റ് ടിഷ്യൂ വെച്ചിട്ട് ഞാൻ ഫേസ് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഒത്തിരി പ്രസ് ചെയ്ത് തുടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഫേസിലധികം മേക്കപ്പ് ഒന്നുമില്ല, ഇല്ലയെന്നും പറയാൻ പറ്റത്തില്ല. ഫൗണ്ടേഷൻ ഇട്ടതൊക്കെ കാണാനുണ്ട്. ബൈ ദ വേ, ഞാൻ യൂസ് ചെയ്യുന്ന ഫിറ്റ്മിയുടെ 115 എന്ന് പറയുന്ന ഫൗണ്ടേഷനാണ്. മേക്കപ്പ് ഇടാതെ ഒന്നും ഇരിക്കത്തില്ല, മേക്കപ്പ് ഇടും. ഇവിടെ വന്ന് എനിക്ക് വാഷ് ചെയ്യാൻ പ്രത്യേകിച്ച് സൗകര്യമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ തുടച്ച് കാണിക്കാൻ. നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാം. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീനാണ്. ഓക്കെ, ഫേസിൽ കഴുത്തിലൊക്കെ മേക്കപ്പ് ഇടുമല്ലോ, ജസ്റ്റ് നമ്മൾ ഫേസിലിടുന്ന മേക്കപ്പ് കുറച്ച് നമ്മൾ കഴുത്തിലും കൂടി ഇട്ടാൽ മാത്രമേ നമുക്ക് ഒരേ കളർ എല്ലായിടത്തും കിട്ടുകയുള്ളൂ. സോ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കാണാം, ഫൗണ്ടേഷനുണ്ട്. അപ്പോൾ ഫേസ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഫേസ് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിൽ നമ്മളുടെ ഓയിൽ മസാജ് ചെയ്യാം. 30+ കഴിയുമ്പോൾ മുതൽ തന്നെ ഓയിൽ മസാജ്, ഇതാണ് നമ്മുടെ ആൻറ്റി ഏജിങ് ഓയിൽ. 30+ കഴിയുമ്പോൾ തന്നെ, ഇത് വിൻ്റർ ആയതുകൊണ്ട്, തണുപ്പായതുകൊണ്ട് കുറച്ച് ഉറങ്ങിയിരിപ്പുണ്ട്. ഇതിങ്ങനെ മസാജ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ഉരുകി വന്നോളൂ. ഇഷ്ടം പോലെ ഓയിലിടാം കേട്ടോ നിങ്ങൾക്ക്, അതിന് കണക്കേ ഇല്ല. ഇത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യേണ്ടത് ഭയങ്കരമായിട്ട് അങ്ങ് തിരുമ്മരുത് മുഖം. ഓക്കെ, ജെന്റിലി മസാജാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലെ സർക്കുലർ മോഷനിൽ മേളിലോട്ട് മസാജ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ മസാജ് ചെയ്തെടുക്കുക. ഓക്കെ, ഇത് നമുക്ക് ഫേസിൻ്റെ റിങ്കിൾസൊക്കെ മാറാനായിട്ട് കുറേ സഹായിക്കുന്നതാണ്. ഇവിടെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇവിടെ ഓക്കെ, ചുണ്ടും കൂടെ മസാജ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനടിയിലുള്ള ബ്ലാക്ക് സർക്കിൾസ് മാറാനായിട്ടൊരു മസാജ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പതുക്കെ കൈ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ കൊണ്ടുവന്നിട്ട് മേലോട്ട് മസാജ് ചെയ്യാം. ഓക്കെ, പ്രസ്സൊന്നും ചെയ്യണ്ട, ജെൻറ്റൽ ടച്ചാണ് കേട്ടോ, പതുക്കെ തൊടുകയുള്ളൂ, ഒരുപാടങ്ങ്. എന്നിട്ട് ഈ സൈഡിൽ നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്യാനായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഞാൻ ക്യാമറയെ നോക്കാത്തത് ഫേസിൽ നോക്കി മസാജ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് ഓൾവേസ് നമ്മുടെ ജോ ലൈൻസ് തെളിഞ്ഞു കിട്ടാൻ വേണ്ടി. അതുപോലെ നെറ്റി 2 സൈഡിലോട്ട് മസാജ് ചെയ്യുക. കണ്ണിൻ്റെ മേലിൽ, പിന്നെ ഫേസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടൊരു മസാജ് ചെയ്യാം. ഡബിൾ ചിൻ പോകാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഇങ്ങനെ റൂഫിലോട്ട് നോക്കി ഇങ്ങനെ ചെയ്യാം. ഡബിൾ ചിൻ പോരായിട്ട് നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു മസാജ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ നെക്കൊന്ന് മെലിഞ്ഞ് ഇവിടുത്തെ ദശയൊക്കെ ഒന്ന് താഴോട്ട്, ഇവിടുത്തെ ഫാറ്റൊക്കെ ഒന്ന് താഴോട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. കണ്ണിനും നല്ലൊരു മസാജ് കൊടുക്കാം. വളരെ പ്രഷർ കുറച്ച് പതുക്കെ വേണം ചെയ്യാനായിട്ട്, അല്ലാതെ നമ്മുടെ വൈദ്യുതി തിരുമുന്ന പോലെ തിരുമ്മി വിട്ടേക്കല്ലേ. സോ ഇങ്ങനെ
ഔട്ടറിലേക്ക് ഒരു സൈഡ് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ഇച്ചിരി എളുപ്പം. ഇങ്ങനെ സർക്കുലർ മോഷനിൽ കൊണ്ടുവന്ന് വെളിയിലേക്ക് എടുക്കും. ഓക്കെ, ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ. ഇത് നിങ്ങൾക്കൊരു 10 മിനിറ്റ് 5 മിനിറ്റ് സമയമുള്ള പോലെ ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഓയിലിനെ ഞാൻ ഏകദേശം ഒരു 1 അവർ ഫേസിൽ വെക്കാറുണ്ട്. ഞാൻ ചിലപ്പോൾ ഓയിലൊക്കെ തേച്ചിട്ടാണ് ജിമ്മിൽ പോകുന്നത്. ജിമ്മിൽ പോയിട്ട് വന്നിട്ടാണ് ഞാൻ പിന്നെ കുളിക്കുക. തലയിലും മുഖത്തും ഒക്കെ ഓയിൽ തേച്ചിട്ടാണ് ഞാൻ പോകുന്നത്. കയ്യിൽ തേക്കാറില്ല, കാരണം തെന്നി വീഴും. കൈയൊക്കെ ഞാൻ അല്ലാതെ തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെയും ഞാൻ എണ്ണ തേച്ചോ അല്ലെങ്കിൽ നമ്മുടെ മോയ്സ്ചറൈസറൊക്കെ തേച്ചോ ഒക്കെ ഇങ്ങനെ ഏത് സമയം ഇങ്ങനെ മസാജ് ചെയ്യുന്നതാണ്. കൈയൊക്കെ നമുക്ക് കൈ മസാജ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കാരണം കൈയൊക്കെ നമുക്ക് ഒരുപാട് പ്രായം തോന്നിക്കുന്ന ഒരു കാര്യമാണ്. കൈ കൊണ്ട് ഒരുപാട് ഇങ്ങനെ ജിമ്മിൽ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഞാൻ കൈ കൊണ്ടൊന്നും ഒത്തിരി ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടൊന്നും ചെയ്യും. അപ്പോൾ ഏകദേശം 1 അവർ ആയിട്ടുണ്ട്. 1 അവർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഓയിലിനെയൊക്കെ ഒന്ന് തുടച്ച് മാറ്റാം. ഓക്കെ, നമുക്ക് ഫേസ് ഓയിൽ മസാജ് ചെയ്തത് നമുക്ക് തുടച്ച് മാറ്റാം. നിങ്ങൾക്ക് 35 മിനിറ്റ്സ് ആണ് സൗകര്യമെങ്കിൽ 35 മിനിറ്റ്സോ 30 മിനിറ്റ്സോ ഒക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ടിഷ്യൂ പേപ്പർ പുതിയതാണെന്നും ടിഷ്യൂ പേപ്പർ നീറ്റാണെന്നും ഒക്കെ ഉറപ്പുവരുത്തുക. ഒത്തിരി അമക്കി തുടയ്ക്കണ്ട, പതുക്കെ ജെൻറ്റിലായിട്ട് തുടച്ചാൽ മതിയാവും. ഓയിൽ മസാജ് എന്ന് പറയുന്നത് നമ്മളുടെ റിങ്കിൾസ് പോകാനും ഫൈൻ ലൈൻസ് പോകാനും നമ്മളുടെ സ്കിന്നിൽ ഫേസിലൊരു യുവത്വം തരാനുമൊക്കെ ഒരു 30 വയസ്സ് കഴിയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓയിൽ മസാജ് ദിവസവും ചെയ്യണം. ദിവസവും എപ്പോൾ സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ ചെയ്യുക. അതായത് ഈവനിങ് എന്നില്ല, അല്ലെങ്കിൽ എന്താ പറയണ്ടേ നൈറ്റ് എന്നില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് എപ്പോഴാണോ സമയമുള്ള റിലാക്സായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ സമയത്ത് ഓയിൽ മസാജ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഒരു ടോണർ അടിച്ചു കൊടുക്കാം. നല്ല റിലാക്സിങ് ആണ്. ടോണർ അടിച്ചു കൊടുത്തിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറുതായിട്ടൊരു ഐസ് മസാജാണ്. ടോണർ തുടയ്ക്കേണ്ട, ആ വെള്ളം അവിടെ ഇരുന്നോട്ടെ. ജസ്റ്റ് ഒരു 3 to 4 സെക്കൻഡ് മാത്രം ചെയ്താൽ മതിയാകും. ഫേസ് നമുക്കൊന്ന് വെള്ളം ഒന്ന് പ്രസ് ചെയ്ത് കളയാം. തുടയ്ക്കരുത്, പ്രസ് ചെയ്തെടുത്താൽ മതിയാവും. അടുത്തതായിട്ട് ഞാൻ ഇടാൻ പോകുന്നത് ഫേസ് പാക്കാണ്. ഞാൻ ഓരോ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലൊക്കെ ഫേസ് പാക്ക് മാറി മാറി ഇടുന്ന ഒരാളാണ്. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എല്ലാ നാച്ചുറൽ ഐറ്റംസിൻ്റെയും വിറ്റമിൻസ്, മിനറൽസ്, അതിൻ്റെ എസെൻഷ്യൽസ് എല്ലാം നമ്മളുടെ ഫേസിലോട്ട് കിട്ടേണ്ടത് കൊണ്ട് ഞാൻ ഇതുപോലെ മാറ്റി ഫേസ് പാക്ക് ട്രൈ ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് സ്പൈറുലിന എന്ന് പറയുന്ന ഒരു ഫേസ് പാക്കാണ്. ഞാനത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സ്പൈറുലിന ഒരു 1/2 ടേബിൾ സ്പൂൺ മതിയാകും. അതിലേക്ക് നമ്മൾക്ക് 1 ടീസ്പൂൺ തൈര് ഒഴിക്കാം. അതുകൂടാതെ നമുക്ക് അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിക്കണം. 1 ടീസ്പൂൺ റോസ് വാട്ടർ തന്നെ എടുക്കാം. അത് നമ്മുടെ ഹോം മെയ്ഡ് റോസ് വാട്ടർ ആണ്. അതിലേക്ക് നമ്മൾക്ക് ഒരു 10 ഡ്രോപ്പോളം ഹണിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിനൊരു വല്ലാത്ത സ്മെല്ലുണ്ട്, അത് മൈൻഡ് ചെയ്യേണ്ട. അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ സ്പൈറുലിന നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതൊരു ആൽഗിയാണ്. ഇതിനൊരു ചെറിയ സ്മെല്ലുണ്ട്, ബട്ട് അത് മൈൻഡ് ചെയ്യണ്ട. നമ്മളിതിനകത്ത് തൈരൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇത് അകത്തോട്ട് കഴിക്കുന്ന ഒന്നും കൂടെ ആണ് കേട്ടോ. ഇത് നമുക്ക് അകത്തോട്ട് കഴിക്കാൻ കൂടെ പറ്റും. ഇപ്പം നമ്മൾ ഫേസിലിടുന്നത് ഒരു എക്സ്ട്രാ ഗ്ലോ നമ്മുടെ ഫേസിന് കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഉടനെ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഗ്ലോ. ഞാൻ കാണിച്ചു തരാം. മുഖത്തെ ബ്ലാക്ക് മാർക്ക് മാറാനും സൺ ടാനൊക്കെ മാറാനും മുഖത്തിനൊരു എക്സ്ട്രാ ഗ്ലോ തരാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം. റോസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തുടച്ച് നോക്കാം. ഫേസൊക്കെ ക്ലീൻ ചെയ്തു. ഓക്കെ, അടുത്ത് നമുക്ക് ഓയിൽ മസാജ് ചെയ്യാം. ഓയിൽ മസാജ് മീൻസ് യൂഷ്വലി ഞാൻ എന്നും ചെയ്യുന്നതാണത്. എന്നും മീൻസ് കുളിക്കുമ്പോഴൊക്കെ ചെയ്യുന്നതാണ്. സോ മുടിയിൽ എണ്ണ വയ്ക്കാം. ഞാൻ ഇത്രയും ചെയ്ത് ടയർഡായതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലെനിക്ക് ഹെൽപ്പ് ചെയ്യാനൊരു ഗേളുണ്ട്, അവളെ കൊണ്ട് മസാജ് ചെയ്യിക്കാമെന്ന് വിചാരിക്കുന്നു. അവളുടെ കൈ നല്ല കുഞ്ഞു കൈയാണ്.
ഈ കുട്ടി എൻ്റെ ലൈഫിൽ വളരെ അസാധാരണമായിട്ട് കയറി വന്ന ഒരു കുട്ടിയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്ക് അത്രയ്ക്കും ലക്കുണ്ടായിട്ടാണ് ഇവൾ എൻ്റെ വീട്ടിൽ എനിക്ക് കിട്ടിയതെന്ന്. ഒരു അർത്ഥത്തിൽ അവൾ ഒരു സിംഗിൾ പേരൻ്റ് ആണ്, 2 കുട്ടികളുണ്ട്. അവളുടെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ടേക്ക് കെയർ ചെയ്യുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എല്ലാം ഞാൻ അവളെ ഹാപ്പി ആക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അവളുടെ കുട്ടികളെയും നമ്മൾ ടേക്ക് കെയർ ചെയ്യാറുണ്ട്. പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും അവരവരുടെ പ്രൈവസി ഉണ്ടല്ലോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, വളരെ ബുദ്ധിയുള്ള, സൗന്ദര്യമുള്ള, ഒരുപാട് മുടിയുള്ള സുന്ദരിയായ ഒരു കൊച്ചാണത്. അപ്പം ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഫേസൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. എനിക്ക് തന്നെ ആ മാറ്റം കാണാൻ പറ്റുന്നുണ്ട്, ഒരു ഫ്രഷ് ഫീലിംഗ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, നല്ല പ്രയോജനമുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, സ്കിൻ കെയർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ നോക്കി സംസാരിക്കുന്നു. ഓക്കെ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ എൻ്റെ കൂടെ കാണും എന്നുള്ള വിശ്വാസത്തോടെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ, നല്ലൊരു കണ്ടന്റുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ, ടേക്ക് കെയർ.